കോഴി ഫാം തുടങ്ങണമെന്ന ആഗ്രഹമുണ്ടോ? കേരളത്തിൽ ഇപ്പോൾ കുടുംബശ്രീ കേരള ചിക്കൻ പദ്ധതിയിലൂടെ കോഴി വളർത്തൽ ആരംഭിക്കാൻ അവസരമുണ്ട്. കുഞ്ഞു കോഴി, തീറ്റ, മരുന്ന്, സാങ്കേതിക സഹായം എന്നിവ ലഭിക്കുന്നതോടൊപ്പം വളർന്ന കോഴികളെ കമ്പനി തന്നെ ഏറ്റെടുക്കുകയും ചെയ്യും. എന്താണ് കേരള ചിക്കൻ പദ്ധതി? ആർക്കൊക്കെ അപേക്ഷിക്കാം? എങ്ങനെ ഫാം തുടങ്ങാം? എന്തൊക്കെ സൗകര്യങ്ങൾ വേണം? കേരള സർക്കാർ, കുടുംബശ്രീ, മൃഗസംരക്ഷണ വകുപ്പ്, കെപ്കോ എന്നിവയുടെ സഹകരണത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് കേരള കുടുംബശ്രീ ചിക്കൻ പദ്ധതി. കേരളത്തിൽ ഗുണമേന്മയുള്ള ബ്രോയിലർ ചിക്കൻ ഉൽപ്പാദിപ്പിക്കുകയും കുടുംബശ്രീ അംഗങ്ങൾക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഉൽപാദനം മുതൽ വിപണനം വരെ ഏകോപിപ്പിക്കുന്ന സംവിധാനമാണ് ഇതിന്റെ പ്രത്യേകത. ഈ പദ്ധതിയിൽ പ്രധാനമായും കുടുംബശ്രീ അംഗങ്ങൾക്കാണ് അവസരമുള്ളത്. വ്യക്തിഗത സംരംഭമായോ 4 അംഗങ്ങൾ ചേർന്ന ഗ്രൂപ്പ് സംരംഭമായോ അപേക്ഷിക്കാം. പുതിയ ബ്രോയിലർ ഫാമുകൾ ആരംഭിക്കാൻ കുടുംബശ്രീ അപേക്ഷകൾ ക്ഷണിക്കുന്ന ഘട്ടങ്ങൾ ഇടയ്ക്കിടെ പ്രഖ്യാപിക്കാറുണ്ട്. പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, സാധാരണ കോഴി ഫാം തുടങ്ങുമ്പോൾ ഏറ്റവും വലിയ ചിലവ് കുഞ്ഞു കോഴിയും തീറ്റയും മരുന്നുമാണ്. എന്നാൽ കേരള ചിക്കൻ പദ്ധതിയിൽ ഇവ ഇന്റഗ്രേഷൻ മോഡലിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. അതായത് ഒരു ദിവസം പ്രായമുള്ള കോഴി കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് നൽകും. ഒപ്പം ആവശ്യമായ തീറ്റയും നൽകും. കൂടെ മരുന്നും വെറ്റിനറി സേവനങ്ങളും ലഭ്യമാകും. സാങ്കേതിക മാർഗനിർദ്ദേശവും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഏകദേശം 45 ദിവസത്തിന് ശേഷം വളർന്ന കോഴികളെ കമ്പനി തന്നെ ഏറ്റെടുക്കുകയും ചെയ്യും. കർഷകന് ലഭിക്കുന്നത് റിയറിംഗ് ഫീസ് ആണ്. അതിനാൽ വിപണിയിലെ വില കുറഞ്ഞാലും വിൽപ്പനയെക്കുറിച്ചുള്ള ആശങ്ക വേണ്ടെന്ന് സാരം. പദ്ധതിക്ക് അപേക്ഷിക്കാനുള്ള പൊതുവായ നടപടിക്രമങ്ങൾ കൂടി വ്യക്തമാക്കാം. ആദ്യം നിങ്ങളുടെ പ്രദേശത്തെ കുടുംബശ്രീ, CDS, ADS ഓഫീസുമായി ബന്ധപ്പെടുക. കേരള ചിക്കൻ പദ്ധതിയിലേക്ക് അപേക്ഷാ ഫോം വാങ്ങുകയോ ഡൗൺലോഡ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. ആവശ്യമായ രേഖകൾ സമർപ്പിച്ച ശേഷം ഫാമിന് അനുയോജ്യമായ സ്ഥലമുണ്ടോ എന്ന് അധികൃതർ വന്നു പരിശോധിക്കും. മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്ന ഫാമുകൾക്ക് അംഗീകാരം ലഭിച്ച ശേഷം പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും. ഇനി ഫാമിന് വേണ്ട സൗകര്യങ്ങൾ കൂടി പറഞ്ഞു തരാം. ഫാം തുടങ്ങുന്നതിന് മുൻപ് ചില അടിസ്ഥാന സൗകര്യങ്ങൾ നിർബന്ധമാണ്. ആവശ്യമായ വലുപ്പത്തിലുള്ള ഷെഡ്, നല്ല വായു സഞ്ചാരം, ശുദ്ധമായ കുടിവെള്ളം, വൈദ്യുതി, തീറ്റയും വെള്ളവും നൽകാനുള്ള സംവിധാനങ്ങൾ, ബയോസെക്യൂരിറ്റി സംവിധാനം, മാലിന്യ സംസ്കരണ സൗകര്യം. ഈ മാനദണ്ഡങ്ങളൊക്കെ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച ശേഷമായിരിക്കും പദ്ധതി അംഗീകരിക്കുന്നത്. ഇനി വരുമാനം എങ്ങനെയാണ് ലഭിക്കുന്നത് എന്ന് കൂടി വ്യക്തമാക്കാം. ഈ പദ്ധതിയിൽ കർഷകൻ കോഴി വിപണിയിൽ നേരിട്ട് വിൽക്കേണ്ടതില്ല. കോഴികൾ വളർത്തി നിശ്ചിത സമയത്ത് കമ്പനി ഏറ്റെടുത്തോളും. അതിനാൽ വളർത്തിയ കോഴികളുടെ അടിസ്ഥാനത്തിൽ റിയറിംഗ് ഫീസ് നിങ്ങൾക്ക് ലഭിക്കും. ഈ പദ്ധതിയുടെ പ്രധാന ഗുണങ്ങൾ എന്നത് കുഞ്ഞു കോഴി വാങ്ങാൻ പ്രത്യേക ക്രമീകരണങ്ങൾ വേണ്ട എന്നതും, തീറ്റ ലഭ്യമാക്കും, വെറ്റിനറി സഹായം ലഭിക്കും, വിപണി കണ്ടെത്തേണ്ടതില്ല എന്നതും, ഒപ്പം പരിശീലനവും സാങ്കേതിക സഹായവും ലഭിക്കുമെന്നതും സ്ഥിര വരുമാനം നേടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും എന്നതുമാണ്. എന്നാൽ ഈ പദ്ധതിയിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫാമിനുള്ള സ്ഥലം അനുയോജ്യമാണോ? കുടുംബശ്രീ അംഗത്വമുണ്ടോ? പദ്ധതി മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാൻ കഴിയുമോ? ശുചിത്വവും രോഗപ്രതിരോധവും ഉറപ്പാക്കാൻ കഴിയുമോ എന്നത് ഉറപ്പുവരുത്തുക. കേരളത്തിൽ കോഴി വളർത്തൽ ഒരു നല്ല സ്വയം തൊഴിൽ മേഖലയാണ്. വിപണി കണ്ടെത്തുന്നതിലെ അനിശ്ചിതത്വവും കുറയ്ക്കുകയും സാങ്കേതിക പിന്തുണ നൽകുകയും ചെയ്യുന്ന പദ്ധതി ആയതിനാൽ കുടുംബശ്രീ കേരള ചിക്കൻ പദ്ധതിയിലേക്ക് നിരവധി പേർ താല്പര്യം കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കും ഈ പദ്ധതിയിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രദേശത്തെ കുടുംബശ്രീ CDS ഓഫീസിലോ അല്ലെങ്കിൽ ADS ഓഫീസിലോ ജില്ലാ മിഷൻ ഓഫീസിലോ ബന്ധപ്പെടാവുന്നതാണ്. ഏറ്റവും പുതിയ അപേക്ഷാ അറിയിപ്പുകളും മാർഗനിർദ്ദേശങ്ങളും നിങ്ങൾക്ക് അവിടെ നിന്നും ലഭിക്കും. പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.